ഞങ്ങളുടെ ശരീരം മെസ്സവൻ ക്ലിയർ ആക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സ് ക്ലിയർ ആക്കാനാണ് ഞങ്ങൾ കൂട്ടായിട്ടൊരു യാത്ര പോകുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മെക്സവൻ ഹെൽത്ത് ക്ലബ് പെരിന്തൽമണ്ണയും ബീനാസ് ടൂർസ് ആൻഡ് ട്രാവൽസും സംയുക്തമായി വയനാട്ടിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണയിൽ നിന്നും ആരംഭിച്ച വിനോദയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ്, വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. യാത്രകൾ എന്നും മനോഹരമാണ്. മിക്കവർക്കും യാത്ര ഒരു മാറ്റം കൂടിയാണ്. ചിലർക്ക് സ്വയം കണ്ടെത്തുവാൻ സാധിക്കുന്നത് പല യാത്രകളിലുമായിരിക്കും. വ്യത്യസ്ത തരത്തിലുള്ള ജീവിതങ്ങളും അനുഭവങ്ങളും കണ്ടു മനസ്സിലാക്കാനും വിവിധ തരം സംസ്കാരങ്ങളെയും രീതികളെയും അടുത്തറിയാനും യാത്രകൾ നിങ്ങളെ സഹായിക്കുന്നു. ഇത്തരത്തിൽ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ വ്യായാമ കൂട്ടായ്മയായ മെക്സവൻ ഹെൽത്ത് ക്ലബും ബീനാസ് ടൂർസ് ആൻഡ് ട്രാവൽസും സംയുക്തമായി. വയനാട്ടിലേക്ക് നടത്തിയ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ്, വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഇരുവരും വിനോദയാത്രയ്ക്കും വിനോദസഞ്ചാരികൾക്കും ആശംസകൾ അറിയിച്ചു. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ മെക്സവന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ വിനോദയാത്രക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല സന്തോഷപ്രദമായി തീരട്ടെ അവരുടെ ഈ ഉല്ലാസയാത്ര. 2 വർഷക്കാലമായി കേരളത്തിൽ മെക്സവൻ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ ബോധവാന്മാരാണ്. അപ്പൊ ഈ വയസ്സായ ആളുകൾ, ഒരു മധ്യവയസ്കൻ എന്ന് പറയുന്ന 50ന്റെ പ്ലസ് ഉള്ള ആളുകൾ ജിമ്മിലോ മറ്റുള്ള വലിയ ഹാർഡായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം, ചെറിയ മുട്ടുവേദനയും നടുവേദനയൊക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു എക്സസൈസ്, അതിനേക്കാളേറെ അവിടെ ഒരു ഹാപ്പിനെസ് കൊടുക്കുക. ഇതാണ് ഇതിന്റെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം അതിന്റെ ഒരു പ്രഥമ ലക്ഷ്യം. അപ്പൊ അതിന്റെ ആ ഹാപ്പിനെസിന്റെ ഭാഗമായി കൂട്ടായ്മകൾ സൃഷ്ടിക്കുക, കൂട്ടായ്മകൾ ഉല്ലാസയാത്രകൾ നടത്തുക, കൂട്ടായ്മകൾ തമ്മിൽ അടുത്ത ബന്ധങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ ഒരു വലിയ ഒരു ശൃംഖല മെക്സവന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ആവേശകരമായ കാര്യമാണ്. അത് കൂടുതൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോ സാധാരണഗതിയിൽ ഈ ജിമ്മിൽ പോകുന്ന ആളുകൾക്കൊക്കെ അറിയാം, അത് ആദ്യത്തെ ഒരു ആരംഭ ശൂരത്തോടു കൂടി പോവുകയും കുറച്ച് കഴിയുമ്പോൾ അത് നിർത്തേണ്ട അവസ്ഥ വരും. ചെറിയ കുട്ടികൾ ഒഴിച്ച്, അതായത് ഇപ്പൊ പുതിയ ബോഡി ബിൽഡിങ്ങിലും അതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് ഒഴിഞ്ഞു പോകും. പക്ഷെ ഞാനിത് അന്വേഷിച്ചിടത്തോളം അറിഞ്ഞ ആളുകൾ, ഇതിൽ വന്ന ആളുകൾ പോവാതെ പുതിയ ആളുകളെ ആകർഷിക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാവുന്നത് അവിടെ ഒരു ഹാപ്പിനെസ് ആണ്. അപ്പൊ ആ ഹാപ്പിനെസ് സൃഷ്ടിക്കാൻ കഴിഞ്ഞ മെക്സവനും ആ ഹാപ്പിനെസിന്റെ ഭാഗമായി നടക്കുന്ന ഉല്ലാസയാത്രക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പെരിന്തൽമണ്ണയിലെ വ്യായാമ കൂട്ടായ്മയായ മെക്സവൻ ഹെൽത്ത് സെന്ററിലെ ട്രെയിനർമാരും അംഗങ്ങളും ഉൾപ്പെടെ 50ഓളം ആളുകളാണ് യാത്ര പോയത്. യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയതാകട്ടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ വിനോദസഞ്ചാര യാത്രകളും തീർത്ഥാടനങ്ങളും എല്ലാം നടത്തി പ്രസിദ്ധമായ പെരിന്തൽമണ്ണയിലെ തന്നെ ബീനാസ് ട്രാവൽസും. പെരിന്തൽമണ്ണത്തെ മെസ്സവന്റെ കീഴിൽ ഞങ്ങളൊരു ഉല്ലാസയാത്ര പോവുകയാണ്. ഇതില് പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാവരും ഇതിൽ സംഘാടകരാണ്. അതായത് ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത്. കാരണം മെസ്സവനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം, ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സംഘടനയാണ്. അതായത് രാഷ്ട്രീയമില്ല, മതമില്ല, അതുപോലെ തന്നെ അതായത് വയസ്സന്മാരും ചെറുപ്പക്കാരും ഒരുപോലെ ചെയ്യുന്നൊരു പരിപാടിയാണ് മെസ്സവൻ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു യാത്രയെന്ന് ഞങ്ങൾക്കൊരു ആവേശമാണ്. ഞങ്ങളുടെ ശരീരം മെസ്സവൻ ക്ലിയർ ആക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സ് ക്ലിയർ ആക്കാനാണ് ഞങ്ങൾ കൂട്ടായിട്ടൊരു യാത്ര പോകുന്നത്. കൂട്ടത്തിൽ ടൂറിസ്റ്റ് ട്രാവൽസ് ഇതിന് എല്ലാ ആശംസകളും നേരുന്നു. ഇവരെ കൂടെ യാത്ര ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തില് നമ്മൾ ആവേശപൂർവം തുടക്കം കുറിച്ച മെക്സവൻ പരിപാടിയുടെ വിവിധ പരിപാടികളിൽ ഒരു പരിപാടിയാണ് നമ്മുടെ ഇന്നത്തെ ടൂറ്. ഈ ടൂറ് മാത്രമല്ല, നമ്മൾ മുന്നേ സംസാരിച്ച ആളുകൾ പറഞ്ഞ പോലെ പലവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽ മിക്കവാറും 50 വയസ്സിന് കൂടുതലുള്ള ആളുകളാണ്. അവർ 1 വർഷം മുന്നേ എങ്ങനെയായിരുന്നു എന്നും ഇപ്പൊ എങ്ങനെയായിരുന്നു എന്നും നമുക്ക് അന്വേഷിച്ചാൽ ഇതിന്റെ റിസൾട്ട് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഇനി കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരും. 2 ദിവസങ്ങളിലായാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. വയനാട്ടിലെ കാരാപ്പുഴ ഡാം, എന്നൂര്,
പൂക്കോട്ടൂർ തടാകം എന്നിവിടങ്ങളിലെല്ലാം യാത്രാ സംഘം സന്ദർശനം നടത്തും. വയനാട് അമ്പലവയലിൽ നടക്കുന്ന ഫ്ലവർ ഷോ, പൂപ്പൊലി കാണാനുള്ള സുവർണാവസരവും ഈ യാത്രയിൽ ഇവർക്ക് ലഭ്യമായിരിക്കുകയാണ്. ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള പാക്കേജാണ് ബീനാസ് ട്രാവൽസ് ഇവർക്കായി ഒരുക്കി നൽകിയത്. വയനാട് എമറാൾഡ് റിസോർട്ടിലാണ് താമസം. നിരവധി ആളുകളാണ് വിനോദയാത്രയ്ക്ക് ആശംസകളുമായി എത്തിയത്. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് നമ്മൾ പെരിന്തൽമണ്ണയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ മെക്സവന്റെ ആരോഗ്യ കൂട്ടായ്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യത്തെക്കാൾ ഉപരി ഒരു മാനസിക ഉല്ലാസവും ഇതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. ഇത് പ്രായം എന്ന് വെച്ചാൽ 5 വയസ്സ് വരെ മുതലുള്ള അനസ്മോൻ മുതൽ 98 വയസ്സുള്ള അംസാക്ക വരെ ഈ ആരോഗ്യ കൂട്ടായ്മയിൽ പങ്കാളികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ആരോഗ്യത്തെക്കാൾ ഉപരി ഒരു ഉല്ലാസയാത്രയും മാനസിക ഉല്ലാസം കൂടി ഇതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. പെരിന്തൽമണ്ണയിൽ തന്നെ 3 ക്യാമ്പുകളുണ്ട്. അവിടെ മൊത്തം ഏകദേശം 500ഓളം വ്യക്തികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പൊ കഴിഞ്ഞ മാസം ഞങ്ങൾ പെരിന്തൽമണ്ണ യൂണിറ്റ് മെക്സവന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തിലകക്കുറി അണിയിച്ചുകൊണ്ട് തന്നെ എന്ന് പറയാം ഒരു വാർഷിക സംഗമം നടത്തുകയുണ്ടായി. 2500-ലധികം പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുകയും എല്ലാവരും മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. പെരിന്തൽമണ്ണ യൂണിറ്റ് ഈ വ്യായാമത്തോടൊപ്പം ഉല്ലാസവും എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഇതിനകം തന്നെ പല തവണകളായിട്ട് ഉല്ലാസയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു 2 ദിവസത്തെ വയനാട് ടൂറ് മുത്തങ്ങ ഫോറസ്റ്റിലും മറ്റു കാര്യങ്ങളൊക്കെ പൂപ്പൊലി മറ്റുള്ള കാര്യങ്ങളൊക്കെ സന്ദർശിച്ച് നാളെ രാത്രി മടക്കം ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരെയാണ്. ചടങ്ങിൽ ഡോക്ടർ നിലാർ മുഹമ്മദ്, അബൂബക്കർ ബീനാസ്, KT ഹംസ, ഷംസുദ്ദീൻ മാസ്റ്റർ, ട്രെയിനർ മുഹമ്മദ്, ഉണ്ണി ഒപ്റ്റിക്കൽസ്, മുഹമ്മദ് മാനുപ്പ ജൂബിലി, റോയൽ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ.